ഫൈവ് സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ ചെറിയൊരു ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് ഇതേ കണ്ണനും കിങ്ങണിമോളും ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അവർക്ക് പനിയും ചുമയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊരു 3-4 ദിവസമൊക്കെ അഡ്മിറ്റായിട്ട് വന്ന് ഒരു 2-3 ദിവസമായിട്ടാണ് വന്നിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പോയി കണ്ടിട്ട് വരാം കേട്ടോ. രണ്ടുപേരും കൂടെ നിന്ന് എൻ്റെ തലയിൽ ഒരു മേക്കപ്പ് പണി എന്നെ കാണിച്ച് കള്ളത്തരം കണ്ടോ. ഈ കുഞ്ഞ് ഇല കൊണ്ടുവന്ന് കാണിച്ചെന്തെങ്കിലും മോളെ ഇല കണ്ടേ. ഈ ഇല കൊണ്ടുവന്ന് രണ്ടുപേരും എൻ്റെ തലയിലിടുക കേട്ടോ. സ്വാഗതം പറഞ്ഞേ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന കൊഴുവ പീര വയ്ക്കാനാണ് കേട്ടോ. അപ്പം ഇതിന് വേണ്ടി നമുക്ക് മുളക് ആവശ്യമുണ്ട്. ഈ മുളക് വേണ്ടി നമ്മുടെ ഇവിടുത്തെ മുളക് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ കൊഴുവ വയ്ക്കാനായിട്ട് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് മറ്റ് അല്ലാതെ ഉള്ള നീളത്തിലുള്ള മുളകാണെങ്കിലും ഉപയോഗിക്കുന്നത്. നമ്മൾ കാന്താരി നമ്മളിവിടെ ഇഷ്ടംപോലെ കാന്താരി മുളക് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ കാന്താരി മുളക് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ മുളക് പഴുത്ത് നിൽക്കുന്നുണ്ട്, നന്നായിട്ട് മൂത്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനും കിങ്ങിണിമോളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കിങ്ങിണിമോളും ഞാനും കൂടെ ഇതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല പഴുക്കാറായി നല്ല എരിവാണ് കേട്ടോ. കാന്താരിമുളക് അറിയാലോ, ഈ ചെറിയ കാന്താരിക്ക് പ്രത്യേകിച്ച് എരിവ് കൂടുതലാണ്. അപ്പം നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. 3-4 കാന്താരി ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അല്ലാത്ത ഈ വെള്ളമുളക് ഉണ്ട് കേട്ടോ. ഈ വെള്ളമുളകിന് നല്ല കാന്താരിയും പോലെ തന്നെ നല്ല എരിവുള്ള മുളകാണ്. അതും അതിൽ നന്നായിട്ട് കുറേ കാഴ്ച കിടക്കുന്നുണ്ട് കേട്ടോ. പഴുത്തൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം കുറേ ഇതൊക്കെ ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ എന്തായാലും ഞാൻ ഒത്തിരി മുളകൊന്നും പറിച്ചെടുത്തിട്ടില്ല. അത്യാവശ്യം നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി മാത്രമേ പറിച്ചുള്ളൂ കേട്ടോ. ബാക്കി ഇനി പറിക്കാൻ നിൽക്കുന്നുണ്ട്. മൂത്തതും പഴുത്തതും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കൂടെ ഈ കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത്രയും മുളക് നമ്മുടെ കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം പഴുത്തൊന്നും എടുത്തിട്ടില്ല. ഇവിടെ പിന്നെ എരിവ് കൂട്ടുന്നവരെ എല്ലാവരും പിള്ളേർക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത്തിരി എരിവോട് കൂടി ഉണ്ടാക്കുന്നത് കേട്ടോ. കാന്താരി ആയതുകൊണ്ട് നല്ല എരിവുണ്ടാവും. പഴുത്ത മുളകൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പഴുത്ത മുളകൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ വെളുത്തുള്ളി ഇത്തിരി കൂടെ വേണം കേട്ടോ. ഇത്തിരി വെളുത്തുള്ളിയും കൂടെ കൂടുതൽ ഒരു കുടം വെളുത്തുള്ളിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്തിരി എടുത്തിട്ടുള്ളൂ, ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇത്തിരി കൂടെ കൂടുതൽ എടുക്കുക. ഇത് ചുവന്നുള്ളി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അല്ലാതെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഞാനിവിടെ ചതച്ചാട്ടോ എടുക്കണേ. അപ്പോൾ ഇതായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കാന്താരിയും ചുവന്നുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഉള്ളിക്ക് ഇപ്പോൾ കാന്താരി മുളക് ഞാൻ എടുത്ത എത്രത്തി കൂടുതൽ വേറെ ഇങ്ങനത്തെ മുളക് വേണമെങ്കിൽ നമുക്കിനി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും. കാന്താരി മുളകിന് നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് വരില്ല. എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഈ മുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയെന്ന് വെച്ചാൽ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടായിരുന്നു ചതച്ചത്. എന്ന് വെച്ചാൽ കല്ല് വെച്ച് ഇങ്ങനെ ചതയ്ക്കുമ്പോഴത്തേക്ക് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇത്തിരി അരിച്ചല്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചതച്ച് വെച്ചിരുന്ന സാധനം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ മാത്രം ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിന് മുമ്പ് ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, ചെറുള്ളി ഇത്രയും സാധനങ്ങൾ
നമുക്ക് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ മൺചട്ടി മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ചേർത്ത് കൊടുക്കുക. അധികം പൊടികളൊന്നും വേറെ അരപ്പിലൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇത്തിരി എരിവിന് വേണ്ടിയല്ല, ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മറ്റേ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് കാന്താരിയല്ലേ ചേർത്തേക്കുന്നത്, അപ്പോൾ നല്ല എരിവ് കാണും കാന്താരിക്ക്. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ചെറുത് ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ കറിവേപ്പില കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലില്ല, നമ്മൾ വേറെ കറിവേപ്പില കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില ഉള്ളത് കൊണ്ട് ഇത്തിരി കൂടുതൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം. അതാട്ടോ നല്ലത്. ഈ സ്പൂണൊക്കെ വെച്ച് കുഴച്ചെടുത്താൽ അത്ര ഇതാവില്ല. നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിച്ച് എടുക്കണം. അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ പുളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അധികം ചേർക്കണില്ല, നമ്മൾ ഇടയ്ക്ക് നോക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി പാകത്തിനല്ലെങ്കിൽ ഇത്തിരി ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പം നമ്മൾ നമ്മുടെ ഇതിൻ്റെ എരിവൊക്കെ പാകമാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സാധനം കൊഴുവ ഇട്ട് കൊടുക്കുക. കൊഴുവ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കൊഴുവ ഇട്ട് കൊടുക്കുക. ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് കഴിച്ച് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് തീ കത്തിച്ചിട്ട് ഇത് അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് മൂടി ഒരു ഇത്തിരി നേരം തിളച്ചൊക്കെ കഴിഞ്ഞ് ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. പുളിവെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ടോ വെള്ളം ശരിക്കും മീൻ്റെ അതെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒത്തിരി കുത്തി ഇളക്കരുത്, പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം മീനെല്ലാം അപ്പോൾ നമ്മുടെ മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് പറ്റി നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്തിരി വെള്ളം, ഒരു മുഴുവനും ഉള്ളത് ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇല്ല, കാണാനില്ല. അങ്ങനെ ഒരു നനവോട് കൂടി തന്നെ നമുക്ക് വാങ്ങണം കേട്ടോ. അല്ലെങ്കിൽ അത് ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മുഴുവനും അങ്ങോട്ട് വരണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ചെറിയ ഒരു നനവോട് കൂടി ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുവ പീര വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇത്തിരി മുളകിന് ചതച്ചിട്ട കൂടുതൽ ഞാൻ 2-3 മുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ എരിവ് ഇത്തിരിയും കൂടെ കൂടുതൽ വേണം. ഇവിടെ എല്ലാവരും നന്നായിട്ട് എരിവ് കൂട്ടും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഉപ്പും മുളകും എരിവും ഒക്കെ നല്ല പാകത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി വെച്ചേരെ കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.